ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ടിറ്റ്ലിസ് പർവ്വതത്തിൻ്റെ മുകളിലെത്തുന്നവരെയുള്ള വീഡിയോകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളവിടെ കാണിച്ചിരിക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ടെറസാണ് പനോരമിക് ടെറസ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ടിറ്റ്ലിസ് പർവ്വതത്തിൻ്റെ മുകളിലുള്ള പനോരമിക് ടെറസിലെ കാഴ്ചകളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഇപ്പം ഡിസംബർ 8-ാം തീയതി 9-ാം തീയതിയിലെ ടിറ്റ്ലിസിൻ്റെ മുകളിലെ ടെമ്പറേച്ചറാണ് -12 ഡിഗ്രി. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. നമ്മുടെ ചാനലിൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ടിറ്റ്ലിസിലെ പനോരമിക് ടെറസ് സന്ദർശനം, മേഘങ്ങളെ മറികടന്നുള്ള ഒരു ദൃശ്യം. നമ്മളിവിടുന്ന് ഈ ഗ്ലേഷ്യർ കേവ് കണ്ട ആ ഒരു ഫ്ലോറിൽ നിന്ന് ഒരു 2-3 നില മുകളിലേക്ക് കയറിയാലേ ഉള്ളൂ ഈ പനോരമിക് ടെറസിൻ്റെ ആ ഫ്ലോറിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ മുകളിലോട്ട് നടക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ മനോഹരമായ ടിറ്റ്ലിസ് പർവ്വതത്തിൻ്റെ മുകളിൽ ചെയ്യുന്ന പനോരമിക് ടെറസ് എന്ന പുത്തൻ അനുഭവത്തിൽ നമുക്ക് ഒരുപാട് കാഴ്ചകളും സ്വപ്നങ്ങളും പ്രതീക്ഷിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതങ്ങളിലൊന്നായ ടിറ്റ്ലിസിൻ്റെ ഈ പനോരമിക് ടെറസ് 360 ഡിഗ്രി കാഴ്ചകളുമായി ഒട്ടുമിക്ക യാത്രക്കാരെയും ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇവിടെ ഈ ബിൽഡിങ്ങിനകത്ത് റെസ്റ്റോറൻറ്റുകളുണ്ട്, സൂനിയർ ഷോപ്പുകളുണ്ട്, സാധനം. അപ്പോൾ ഇതെല്ലാം നമുക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ടിറ്റ്ലിസിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിശാലമായ ടെറസിൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നത്. നമ്മൾ മുകളിലോട്ട് കയറുമ്പം കാണുന്ന ആ ഒരു വിൻഡോയിൽ കൂടിയുള്ള കാഴ്ചകളാണ് നമ്മളിടയ്ക്ക് കാണുന്നത്. ബാറും ചോക്ലേറ്റ് ഷോപ്പും ഒക്കെ ഈ ഫ്ലോറിലുണ്ട്. റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ കൊടുമുടികളുടെയൊക്കെ ഏറ്റവും മുകളിലത്തെ ഭാഗം നമുക്ക് ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പനോരമ ലോഞ്ചിലേക്കുള്ള ഇതാണ് നമ്മൾ പോകുന്നത്. അല്ല, പനോരമ ലോഞ്ചല്ല, പനോരമിക് ടെറസിലേക്കാണ്. സോറി. ക്ലിഫ് വാക്ക്, പനോരമിക് ടെറസ്, ഐസ് ഫ്ലയർ എന്നീ 3 കാര്യങ്ങളാണ് ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്.
ഇതാണ് നമ്മുടെ ഇവിടുത്തെ പനോരമിക് ടെറസ്. ഇവിടെ ടിർലിസിലെ കൂടുതലും യാത്രക്കാർ നല്ലൊരു പങ്ക് ഇന്ത്യൻസ് ഉണ്ട്. 3020 മീറ്റർ, 10,000 ഫീറ്റാണ് ഇതിൻ്റെ പൊക്കം എന്ന് പറയുന്നത്. ഇവിടെ ഹിന്ദി സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഷാരൂഖ് ഖാൻ്റെയും ഒക്കെ ഒരു പടം അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ പടം എടുക്കുന്നുണ്ട്. ഈ ഹിമശൃംഗങ്ങളുടെ വ്യൂ ആണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. മഞ്ഞുമൂടിയ ഹിമശൃംഗങ്ങളുടെ ടോപ്പ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആൾക്കാർ ഈ ടെറസിൽ നിന്ന് മാക്സിമം കാഴ്ചകൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ടിർലിസിൽ എത്തിച്ചേരുന്നതിൻ്റെ ആദ്യത്തെ അനുഭവം തന്നെയാണ് അതിൻ്റെ രഹസ്യ ലോകം തുറക്കുന്നതിൻ്റെ തുടക്കം. അങ്ങനെ ആദ്യഘട്ടം കാൻഡലിൻ്റെ തണുപ്പിലും പർവ്വതത്തിൻ്റെ മേഘങ്ങളിലുമായി മുന്നോട്ട് പോയി. ടിർലിസ് ടോട്ടയർ എന്ന വിപ്ലവകരമായ കേബിൾ കാറിൽ സഞ്ചരിക്കുകയും കാഴ്ചകൾ പരിവർത്തനം ചെയ്യുന്ന അതുല്യമായ അനുഭവം നമ്മൾ അനുഭവിക്കുകയും ചെയ്തു. പാരമ്പര്യമായ കേബിൾ കാറല്ല, ടിർലിസ് റോട്ടയർ എന്ന നവീനമായ കേബിൾ കാറാണ് ഈ യാത്രയിൽ നമ്മളിവിടെ അവസാന ഭാഗത്ത് നിന്ന് എത്തിച്ചത്. ഇത് 360 ഡിഗ്രി സ്വന്തം ആയിട്ട് കറങ്ങുന്ന ഒരു കേബിൾ കാറാണ്. ടിർലിസിന്റെ പനോരമിക് ടെറസിൽ എത്തിച്ചേരുമ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ ഹൃദയത്തിൽ ഒരു ഗതിമാറുള്ള അനുഭവം തീർക്കുന്നു. ഇവിടെ വന്ന് 360 ഡിഗ്രി കാഴ്ചകളിൽ പരിസരത്തെ മുഴുവനായി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നല്ല നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകൾ ഈ ടെറസിൽ നിന്ന് നമുക്ക് വീക്ഷിക്കാൻ പറ്റും. പൂർണ്ണമായും മഞ്ഞുപൊടിയ പർവ്വതങ്ങൾ മേഘങ്ങളെ മറികടന്ന് ദൂരത്തേക്ക് നീങ്ങുന്ന സാന്ദ്രമായ ശൈത്യത്തിൽ കാണാനാകും. ഗ്ലേഷ്യർ കാണുന്ന ദൃശ്യം പനോരമിക് ടെറസിൽ നിന്നുള്ള പ്രധാന ദൃശ്യങ്ങളിലൊന്ന് ടിർലിസ് ഗ്ലേഷ്യർ ആണ്. നിങ്ങളുടെ ടിർലിസ് യാത്രയുടെ ഒരു ഭാഗമായി പനോരമിക് ടെറസ് സന്ദർശിക്കുന്നതാണ്. എന്നാൽ ഒരുപാട് പുതിയ അനുഭവങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഐസ് ഫ്ലെയർ, ക്ലിഫ് വാക്ക് എന്നിവ ഇവയെല്ലാം ഈ സ്ഥലത്തുനിന്ന് പോയാൽ കാണാൻ പറ്റുന്ന ഇവന്റുകളാണ്. പനോരമിക് ടെറസിലെ കാഴ്ചകൾ പുതിയ അനശ്വരമായ അനുഭവങ്ങൾ ലഭ്യമാക്കുന്നു. ഒരു മെച്ചപ്പെട്ട യാത്ര മാത്രമല്ല, ആഴത്തുള്ള ഒരു സ്വപ്നത്തിലേക്ക് കൊണ്ടുപോകലാണ് ഇത്. പനോരമിക് ടെറസിലെത്തുമ്പോൾ മറ്റെല്ലാം പരമ്പരാഗത കാഴ്ചകളാണെങ്കിലും പുതിയ സാങ്കേതികതകൾ എത്ര മനോഹരമായ അനുഭവങ്ങൾ നൽകാമെന്ന് കാണാനാകും. ബഹുഭാഷാ യാത്രകൾ, റൂട്ടറുകളിലെ അത്ഭുതങ്ങൾ, പുതിയ കേബിൾ കാർ, ഇവയൊക്കെ ഓരോ പുതിയ സാങ്കേതിക വിദ്യകൾ നമുക്ക് അനുഭവപ്പെടുത്തുന്നു. നമ്മൾ ഈ ഒരു പനോരമിക് ടെറസിൻ്റെ കാഴ്ചകൾ ഏതാണ്ട് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ മഞ്ഞിലൂടെയുള്ള നടത്തമാണ്. അത് നമ്മൾ അടുത്ത ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. ആ മഞ്ഞിൽ കുളിച്ച് മഞ്ഞിനകത്തോടെയുള്ള യാത്ര, അത് കഴിഞ്ഞിട്ട് ക്ലിഫ് വാക്ക്, അതൊക്കെയാണ് അടുത്തടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പം ബെനീസ് വ്ലോഗ്സ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.